ഒരിടത്ത് വളരെ പണ്ടുകാലത്ത് മെസോപൊട്ടേമിയ എന്നൊരു അത്ഭുതകരമായ നാടുണ്ടായിരുന്നു. അവിടെ വലിയ നദികളും ഉയരം കൂടിയ കുന്നുകളും മണൽ നിറഞ്ഞ മരുഭൂമികളും ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ആളുകൾ പലതരം ദൈവങ്ങളെയും ദേവതമാരെയും അതുപോലെ വിചിത്രമായ ജീവികളെയും വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വിചിത്ര ജീവിയാണ് അക്രാബുമേലു. അക്രാബുമേലു എന്നാൽ തേളിന്റെ ശരീരവും മനുഷ്യന്റെ തലയുമുള്ള ഒരു പ്രത്യേക ജീവിയാണ്. ഇവയ്ക്ക് വളരെ ശക്തമായ ശരീരവും കൂർത്ത നഖങ്ങളും വിഷമുള്ള തേളിന്റെ വാലും ഉണ്ടായിരുന്നു. അവയുടെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങുകയും ശബ്ദം ഇടിമുഴക്കം പോലെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഈ അക്രാബുമേലുകൾ ഒറ്റയ്ക്കല്ല ജീവിച്ചിരുന്നത്. അവ കൂട്ടം കൂട്ടമായി കുന്നുകളിലും ഗുഹകളിലും മരുഭൂമിയുടെ അതിർത്തികളിലുമായി താമസിച്ചിരുന്നു. അവയ്ക്ക് അവരുടേതായ ലോകവും നിയമങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യരെ പോലെ അവർക്കും സംസാരിക്കാനും ചിന്തിക്കാനും കഴിവുണ്ടായിരുന്നു. അക്രാബുമേലുകളെക്കുറിച്ച് പല കഥകളും മെസോപൊട്ടേമിയയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ചില കഥകളിൽ അവരെ വളരെ അപകടകാരികളായ ജീവികളായി ചിത്രീകരിച്ചിരിക്കുന്നു. വഴിതെറ്റി അവരുടെ ആവായിലെത്തുന്നവരെ അവർ ആക്രമിക്കുകയും അവരുടെ വിഷം മാരകമായ വേദന നൽകുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു. എന്നാൽ എല്ലാ അക്രാബുമേലുകളും ദുഷ്ടന്മാരായിരുന്നില്ല. മറ്റു ചില കഥകളിൽ അവരെ വളരെ നല്ലവരായ കാവൽക്കാരായി പറയുന്നു. അവർ ദൈവങ്ങളുടെയും പുണ്യസ്ഥലങ്ങളുടെയും വിലപിടിപ്പുള്ള നിധികളുടെയും കാവൽക്കാരായിരുന്നു. ആരെങ്കിലും അനുവാദമില്ലാതെ ഈ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവരെ അക്രാബുമേലുക്കൾ തടയുകയും സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അക്രാബുമേലുക്കൾക്ക് അവരുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഏത് അപകടത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. അവർക്ക് വളരെ ദൂരെ നിന്ന് പോലും ശത്രുക്കളെ തിരിച്ചറിയാനും അവരെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാനും കഴിവുണ്ടായിരുന്നു. അവരുടെ തേളിന്റെ വാൽ ഒരു ശക്തമായ ആയുധമായിരുന്നു. പലപ്പോഴും അക്രാബുമേലുക്കളെ ദൈവങ്ങളുടെ അടുത്ത സഹായികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അപകടകരമായ ദൗത്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവങ്ങൾ ഇവരുടെ സഹായം തേടിയിരുന്നു. അവരുടെ വിശ്വസ്തതയും ധൈര്യവും ദൈവങ്ങൾക്ക് പോലും മതിപ്പുളവാക്കിയിരുന്നു. മെസോപൊട്ടേമിയയിലെ പുരാതന ലിഖിതങ്ങളിലും കൊത്തുപണികളിലുമെല്ലാം അക്രാബുമേലുക്കളുടെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അവർ അക്കാലത്തെ ആളുകൾക്ക് എത്ര പ്രധാനപ്പെട്ടവരും ഭയഭക്തി ഉളവാക്കുന്നവരുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒരു കഥയിൽ ഗിൽഗാമേഷ് എന്ന ധീരനായ രാജാവ് അനശ്വരത തേടി ഒരു യാത്ര പുറപ്പെടുന്നു. ഈ യാത്രയിൽ അദ്ദേഹം പല അപകടങ്ങളെയും നേരിടേണ്ടി വരുന്നു. ഒടുവിൽ അദ്ദേഹം അക്രാബുമേലുക്കൾ കാവൽ നിൽക്കുന്ന ഒരു പർവ്വതത്തിലെത്തുന്നു. അക്രാബുമേലുക്കൾ ഗിൽഗാമേഷിനെ ആദ്യം തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗിൽഗാമേഷിന്റെ ധൈര്യവും ലക്ഷ്യത്തിലുള്ള ഉറച്ച വിശ്വാസവും അവരെ അത്ഭുതപ്പെടുത്തുന്നു. അവർ ഗിൽഗാമേഷുമായി സംസാരിക്കുകയും അവന്റെ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്യുന്നു. ഗിൽഗാമേഷ് തന്റെ ദുഃഖവും മരണത്തെക്കുറിച്ചുള്ള ഭയവും അവരോട് തുറന്നു പറയുന്നു. അക്രാബുമേലുക്കൾ അവനോട് സഹതാപം കാണിക്കുകയും അവൻ പോകേണ്ട വഴികളെക്കുറിച്ച് ഉപദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആ വഴി വളരെ അപകടം നിറഞ്ഞതാണെന്നും അവിടെ പല ഭീകര ജീവികളും ഉണ്ടെന്നും അവർ അവനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അക്രാബുമേലുക്കളുടെ അനുഗ്രഹത്തോടെ ഗിൽഗാമേഷ് തന്റെ യാത്ര തുടരുന്നു. ഈ കഥയിലൂടെ അക്രാബുമേലുക്കൾ വെറും ഭീകര ജീവികൾ മാത്രമല്ല, വിവേകമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മെസോപൊട്ടേമിയൻ സംസ്കാരത്തിൽ അക്രാബുമേലുക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അവർ ഭയത്തിന്റെയും ശക്തിയുടെയും കാവൽക്കാരുടെയും പ്രതീകമായിരുന്നു. അവരുടെ രൂപം തന്നെ വളരെ വ്യത്യസ്തവും ആകർഷകവുമായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എല്ലാ ഭീകര രൂപമുള്ള ജീവികളും മോശപ്പെട്ടവരായിരിക്കില്ല. ചിലപ്പോൾ അവർ നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം. ധൈര്യവും വിവേകവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും. അക്രാബുമേലുവിനെ കുറിച്ചുള്ള ഈ കഥ മെസോപൊട്ടേമിയൻ ജനതയുടെ വിശ്വാസങ്ങളെയും അവരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും നമുക്ക് കാട്ടിത്തരുന്നു. ഇങ്ങനെയുള്ള അത്ഭുതകരമായ കഥകളിലൂടെയാണ് ഒരു സംസ്കാരത്തിന്റെ ചരിത്രവും പാരമ്പര്യവും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇനിയും ഇതുപോലുള്ള രസകരമായ മിത്തോളജിക്കൽ കഥകളുമായി ഞാൻ വരും. അതുവരെ നിങ്ങൾ ഈ കഥയെക്കുറിച്ച് കൂട്ടുകാരുമായി സംസാരിക്കുക. നിങ്ങളുടെ ഭാവനയിൽ അക്രാബുമേലുവിനെ വരച്ചു നോക്കുക. ഒരു പുതിയ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു.